നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിന്ന് നാമാകുന്ന പാർത്ഥനെ ഉപദേശിക്കുന്നു. അതാണ് അല്ലയോ പാർത്ഥ, ഈ ലോകത്തിൽ ആസുരീക പ്രകൃതം ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു, അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇതാ കേട്ടുകൊള്ളൂ. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം, ഇതൊക്കെ ആസുരീ സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങളാണ്. ഇനിയുമുണ്ട് ആ സ്വഭാവവിശേഷങ്ങൾ. അതെല്ലാം തുടർന്ന് ഭഗവാൻ ഇങ്ങനെ നമുക്ക് പറഞ്ഞ് കേൾപ്പിച്ചു തരും. എന്താ ദംഭം? ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധാർമ്മികനാണ് എന്നുള്ള അഹന്ത. ധർമ്മത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിഹാസ പുരാണങ്ങളും ധർമ്മത്തെ നമ്മുടെ മുന്നിൽ മൂർത്തമായിട്ട് സ്വരൂപമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടല്ല എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ധർമ്മത്തിന് വ്യാഖ്യാനം കൊടുക്കും, അതിനെ മനസ്സിലാക്കും. ഇതാണ് ധർമ്മം എന്നൊക്കെ പറയും. അങ്ങനെ ലോകം ആദരിക്കുന്നതായ ഗുണവിശേഷങ്ങളെല്ലാം, ധാർമ്മിക ഗുണവിശേഷങ്ങളെല്ലാം, തന്റെ സങ്കല്പത്തിലുള്ള ധാർമ്മിക ഗുണവിശേഷങ്ങളെല്ലാം ഏറി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ എന്നുള്ള വിചാരം, അതാണ് ദംഭം. അത് ആസുരീ സമ്പത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ദർപ്പം. എന്താ അത്? വംശത്തിന്റെ പേരിലുള്ള അഹങ്കാരം, സ്ഥാനമാനങ്ങളുടെ പേരിലുള്ള അഹങ്കാരം. വളരെ കുലീനമായ വംശത്തിൽ പറഞ്ഞയാളാണ് ഞാൻ, എന്റെ വംശത്തിന്റെ പാരമ്പര്യം ഇന്ന ഇന്ന പ്രകാരത്തിലൊക്കെയാണ്, ഇതിന് സമാനമായിട്ട് വേറെ ഏത് വംശം ഇരിക്കുന്നു? ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളെ വിലയിരുത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ദർപ്പമാണ്. അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ. ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോരോ പ്രകാരത്തിലുള്ള സ്ഥാനമാനങ്ങളുണ്ട്. ആ സ്ഥാനമാനങ്ങളെല്ലാം പ്രപഞ്ചത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതായ അവസരങ്ങളാണ്. അത് അഹങ്കരിക്കാനുള്ളതല്ല. പക്ഷെ പലരും അതിലങ്ങ് അഹങ്കരിക്കും. അപ്പോൾ അത് ദർപ്പമാകും. സ്ഥാനങ്ങൾക്ക് ഒരു ദോഷവുമില്ല, മാനത്തിനും ഒരു ദോഷവുമില്ല, ബഹുമതിയൊക്കെ ഉണ്ടാകും, അതിനൊന്നിനും ഒരു ദോഷവുമില്ല. പക്ഷേ അതിൽ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ ദോഷമായി കഴിഞ്ഞു, അത് വലിയ വിപത്തായി കഴിഞ്ഞു. ഈ സ്ഥാനമാനാദികളെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷത്തെയും നാം അഭിമുഖീകരിക്കണം. ഭഗവാന് സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിവിശേഷമായിട്ട് അതിനെ കാണണം. തന്റെ കഴിവുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ, പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ, മനുഷ്യരായും മൃഗങ്ങളായും പക്ഷികളായും വൃക്ഷങ്ങളായും സൂര്യചന്ദ്ര നക്ഷത്രാദികളായും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള അവസരമാണ് ഇതെല്ലാം എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് ദൈവീ സമ്പത്താകും. പകരം ഈ സ്ഥാനമാനങ്ങളെല്ലാം തന്റെ അധികാര ഗർവിന്റെ ഉപകരണമായിട്ട് ഉപയോഗിച്ചാലോ എങ്കിൽ അത് ആസുരീ സമ്പത്തായി മാറും.
അതേപോലെ തന്നെ ക്രോധം, അതിമാനം. അതിമാനം തന്നെക്കാളും കേമനായിട്ട്, തന്നെക്കാളും ആദരണീയനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ളതായ വിചാരം, അതാണ് അതിമാനം. അതേപോലെ ക്രോധം, സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ വച്ച് പുലർത്തിയിട്ട് ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടോ അതിനോടെല്ലാം കടുത്തതായിട്ടുള്ള ക്രോധം, ദേഷ്യം, അത് ആസുരി സമ്പത്താണ്. ദേഷ്യപ്പെടേണ്ടി ഇല്ലാതുള്ള സന്ദർഭങ്ങളിൽ പോലും അവർ ദേഷ്യപ്പെടും, ക്രോധിക്കും. മറ്റുള്ളവരെ ഏത് പ്രകാരത്തിലും അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ പദ്ധതികളിടും, ആ പദ്ധതികൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നു. ഈ ലോകത്തിൽ പല കോണുകളിലും ഈ രീതിയിലുള്ള ക്രൂരകർമ്മങ്ങൾ നിരന്തരം നടക്കുന്നു. അതാണ് ക്രോധം. ക്രോധം സകല മനുഷ്യരെയും പിശാചന്മാരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അത് ആസുരീ സമ്പത്തിൽ വേറൊന്നാണ്. അതേപോലെ പാരുഷ്യം, ചിന്തകളിലും പ്രവൃത്തികളിലുമെല്ലാം എപ്പോഴും പരുഷത. ആരോടും ഒരു ദയവില്ല, ആരോടും ഒരു മയമില്ല, ഒരു കാര്യത്തിലും ഒരു മയമില്ല, ഒരു മര്യാദയില്ല. ആരോടും ക്രൂരമായി സംസാരിക്കാനും ക്രൂരമായി പ്രവർത്തിക്കുവാനുമുള്ളതായ മാനസികാവസ്ഥ, അതാണ് പാരുഷ്യം. പിന്നെയോ അജ്ഞാനം, സത്യബുദ്ധിയില്ലായ്മ. എന്താ സത്യബുദ്ധി? ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് സത്യബുദ്ധി. സത്യം എന്നുള്ളത് പരമാത്മാവാണ്, നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. ആ സത്യബുദ്ധി ഇല്ലായ്മ, അതാണ് അജ്ഞാനം. എന്താ ജ്ഞാനം? സത്യബുദ്ധിയുടെ സാന്നിധ്യമാണ്. ഈ കാണാതായ ലോകം പല പ്രകാരത്തിലുള്ള ജീവരാശികളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും നിറഞ്ഞതായ, കണ്ണുകൾക്ക് തുടക്കവും ഒടുക്കവും തിരിച്ചറിയാൻ കഴിയാത്തതായി ഈ വിപുലമായിരിക്കുന്ന ലോകം, ഇത് മുഴുവൻ ഒരേ ഒരു തത്വത്താൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. ഈ ലോകപദാർത്ഥങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും, ആവിർഭവിക്കും, അത് വളരും, വളർച്ചയുടെ ഒരു പരാകാഷ്ഠ വരെ ചെല്ലും, എന്നിട്ട് അത് ക്ഷയിക്കും, പിന്നെ അതെങ്ങോ പോയി മറയും. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ ചഞ്ചലമാണ്. പക്ഷേ ഇതിനു മുഴുവൻ ആധാരമായിരിക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ, അത് ജനിക്കുന്നില്ല, അത് വളരുന്നില്ല, അത് ക്ഷയിക്കുന്നില്ല, അത് നശിക്കുന്നില്ല, എന്നും ഒരേപോലെ യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാകാതെ അനന്തസ്വരൂപമായി നിലനിൽക്കുന്നു. അതാണ് ഉള്ള വസ്തു, അതാണ് ഞാൻ. അതാണ് ഈ ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും, ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും. അതിനാൽ ഉള്ളത് ആ ഒരൊറ്റ വസ്തു, അതിനെ ഏത് പേരുകൊണ്ട് വേണമെങ്കിലും വ്യവഹരിക്കാം, അവരവർക്ക് ഇഷ്ടമുള്ള പേരിൽ വ്യവഹരിക്കാം. അതിനെ ബ്രഹ്മമെന്ന് പറയാം, ആത്മാവെന്ന് പറയാം, രാമനെന്ന് പറയാം, കൃഷ്ണൻ എന്ന് പറയാം, സരസ്വതി എന്ന് പറയാം, ഭദ്രകാളി എന്ന് പറയാം. ഇങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള പേരില് ആ സത്യത്തെ വ്യവഹരിക്കാം. പിന്നെയോ അത് സകല പേരുകൾക്കും അപ്പുറത്താണ്. എല്ലാ പേരും ആ സത്യവസ്തുവിൻ്റെതാണ്, അതേസമയം അത് സകല പേരുകൾക്കും അപ്പുറത്താണ്. അതിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഈ ജഗത്തിലുള്ള സകല രൂപങ്ങളും ആ സത്യവസ്തുവിന്റെ രൂപമാണ്. എന്നാൽ അതേസമയം അത് നിരാകാരവുമാണ്, അതിനൊരു രൂപവുമില്ല. അങ്ങനെയുള്ള അത്ഭുതകരമായ സത്യവസ്തുവാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് നാം ഓരോരുത്തരും അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉപനിഷദ് വാക്യം. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു, ഞാൻ ആ സത്യവസ്തു തന്നെയാകുന്നു, ഇക്കാണായതെല്ലാം ആ സത്യവസ്തു തന്നെയാകുന്നു എന്ന തിരിച്ചറിവ്, അതാണ് ജ്ഞാനം. ഈ തിരിച്ചറിവിന്റെ അഭാവം, ഇക്കാണായതെല്ലാം ഭൗതിക വസ്തുക്കളാണ്, ഭൗതിക പിണ്ഡങ്ങളാണ്. ഈ ലോകം മുഴുവൻ തനിക്ക്
ആക്രമിക്കുവാനും കീഴ്പ്പെടുത്തുവാനും തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്ന വിചാരം. അതാണ് അജ്ഞാനം, അതാണ് രാക്ഷസീ ബുദ്ധി, അതാണ് അസുരീ ബുദ്ധി. അങ്ങനെ ഈ പറഞ്ഞതായ ധർമ്മങ്ങൾ അത് അസുരീ ബുദ്ധിയുടേതാണ്. തുടർന്ന് അസുരീ ബുദ്ധിയുടെ ധർമ്മങ്ങൾ വീണ്ടും ഏതാനും ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. അതൊന്നൊന്നായിട്ട് അദ്ദേഹം ഈ മഹാഭാരതത്തിൽ പല പല സന്ദർഭങ്ങളിലായിട്ട് പല പല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണത് നമുക്ക് വ്യക്തമായി തീരുക. ദമ്പമെന്നും ദർഭമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് ഭാഷാശാസ്ത്രപരമായിട്ട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ മാത്രം നാം ഒതുങ്ങി നിന്നാൽ പോരാ, അതിൽ കൂടി ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കണം. അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് ചെല്ലണം. അതിനെ ജീവിതത്തിൽ നാം അപഗ്രഥിച്ച് നേരിട്ട് കണ്ടെത്തണം. അപ്പോഴാണ് ഈ വാക്കുകളുടെ എല്ലാ അർത്ഥം പൂർണ്ണമായും നാം ഗ്രഹിച്ചു എന്ന് പറയാനാവുക.